പ്രിയ സഹോദരന്മാരെ, ക്രിസ്മസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷവും ആനന്ദവും തോന്നുന്ന അവസരമാണ്. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്കും ഒരുങ്ങാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ വിവിധ സംഘടനകളും മതബോധന കേന്ദ്രവും ഒപ്പം ഇടവകളും ചേർന്ന് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന എല്ലാ കലാപരിപാടികൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിന് നേതൃത്വം കൊടുത്ത, അതിൽ പങ്കാളികളായ എല്ലാവരെയും ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മിന്നും മിന്നലേ വീശും തെന്നൽ
ക്രിസ്മസ് നമുക്ക് എന്നും സന്തോഷത്തിൻ്റെ അവസരമാണ്. നല്ല ഓർമ്മകളാണ് ക്രിസ്മസിനെ പറ്റി എപ്പോഴും നമുക്കുള്ളത്. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും സന്ദേശങ്ങളും ക്രിസ്മസിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ക്രിസ്മസ് രാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാണല്ലോ. ഈ ക്രിസ്മസ് ഏവർക്കും ഏറെ സന്തോഷവും ആനന്ദവും ഒപ്പം ഹൃദയ സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ക്രിസ്മസ് ദൈവ കരുതലിൻ്റെ ഒരു ദിവസമാണ്. എത്രയോ കരുതലാണ് ദൈവം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ആ ദയ, കരുതൽ, അത് നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരവസരമാണല്ലോ ക്രിസ്മസ്. തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തള്ളിപ്പറയാതെ കരുതലോടുകൂടി അവന് രക്ഷകന് വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശവും, അനേകം കരുതലുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളും മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവരായിരിക്കണം എന്ന ഒരു സന്ദേശം ഈ ക്രിസ്മസ് നമുക്ക് തരുന്നുണ്ട്. അനുദിനം നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ യാത്രാവേളകളിൽ കരുതലോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയും. ചില വ്യക്തിത്വങ്ങൾ ഏറെ കരുതലോടുകൂടി നമ്മളോട് പെരുമാറിയ അവസരങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. ഈ ക്രിസ്മസ് ഈ കരുതലിൻ്റെ ദിനമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതൊരു ചിന്ത എനിക്ക് തോന്നിയത്, ക്രിസ്മസ് ദൈവ കരുണയുടെ ദിവസം കൂടിയാണ്. ദൈവത്തിൻ്റെ കരുണ പ്രകടമായ അവസരമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ലേഖനത്തൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നത് പോലെ തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവണ്ണം കരുണ കാണിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി. പുൽത്തൊട്ടിയിലെ ഉണ്ണി ദൈവകരുണയുടെ ഏറ്റവും വലിയ പ്രകടനമല്ലേ, ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരോട് കരുണയോടുകൂടി വർദ്ധിക്കണം എന്ന ഒരു സന്ദേശം ക്രിസ്മസ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യം ക്രിസ്മസ് നമുക്ക് രക്ഷകനെ കിട്ടിയ ദിവസമാണെന്നുള്ളതാണ്. ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ രക്ഷകനെ നമ്മൾക്ക് ലഭിച്ച ആ ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ വലിയ സമ്മാനം നമുക്ക് കിട്ടിയ ദിവസമാണ്. സ്നേഹത്തോടുകൂടി രണ്ട് കരങ്ങളും നീട്ടി ഈ വലിയ സമ്മാനത്തെ നമ്മൾ സ്വീകരിക്കേണ്ട ദിവസമായിട്ട് നമ്മൾ ക്രിസ്മസിനെ കരുതേണ്ടത്. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ രക്ഷകനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ മനസ്സിലും രക്ഷയും കൃപയും കടന്നു വരുന്നത്. ഏറെ സന്തോഷം തോന്നാറുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലേക്ക് ഇപ്പോൾ പ്രഭാതങ്ങളിൽ ചെല്ലുമ്പോൾ ധാരാളം കുഞ്ഞുങ്ങൾ ക്രിസ്മസിന് ഒരുക്കുന്ന നിലയിൽ മാതാപിതാക്കളും യുവതിയുവാക്കളും വിശുദ്ധ കുർബാനയിലേക്ക് വരുന്ന കാഴ്ച. ഇങ്ങനെ നമ്മൾ ഒരുങ്ങി കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ കൃപയും സ്നേഹവും നമ്മളിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. രക്ഷകനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും. തന്നെ സ്വീകരിച്ചവർക്ക്, തന്നെ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകുവാൻ അവൻ കൃപ നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നത്. പുൽത്തൊട്ടിയിൽ പിറന്ന യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് രക്ഷ സ്വന്തമാക്കാൻ കഴിയുക. ഈ രക്ഷകനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ സമൂഹ ജീവിതങ്ങളിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുക. നമുക്കുള്ളതല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷവും സ്നേഹവും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സന്തോഷത്തോടെ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കുക, മറ്റുള്ളവർക്കൊരു കരുതൽ കൊടുക്കാൻ കഴിയുക. ഈ ദിവസം, ഈ ക്രിസ്മസ് അവസരം നിങ്ങൾക്കേർക്കും അത് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രത്യാശയും. ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ 100 മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. വിശേഷങ്ങൾ എത്രയെന്ന് ചൊല്ലിടാമോ കൂട്ടരെ, ദിക്കുകൾ നാലെന്നറിയണം, സുവിശേഷങ്ങൾ നാലത്രേ. യേശുവിനെത്ര ശിഷ്യന്മാർ അറിയാമോ എൻ കൂട്ടരെ, 12 മാസങ്ങൾ 12 ശിഷ്യന്മാർ. 12 മാസങ്ങൾ 12 ശിഷ്യന്മാർ.
ദൈവത്തിൻ വത്സര സോദരരേ, ഭൂമിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്നോരേ. ദൈവത്തിൻ വത്സര സോദരരേ, ഭൂമിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്നോരേ. നൽകിടുന്നു ഞങ്ങളി സന്ദേശം, മോദമോടെ നൽകിടുന്നു 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 ഞങ്ങളി സന്ദേശം, മോദമോടെ നൽകിടുന്നു നൽകിടുന്നു. പാതിരാ പഞ്ചമി പാലൊളി തൂകിയ, പാതിരാ പഞ്ചമി പാലൊളി തൂകിയ പാവനമി നാഴികയിൽ ദൈവത്തിനുണ്ണി പിറന്നു. ആ പാതിരാ പഞ്ചമി പാലൊളി തൂകിയ, പാതിരാ പഞ്ചമി പാലൊളി തൂകിയ പാവനമി നാഴികയിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. പാവനമി നാഴികയിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. സാ സനിസഗ മഗമദ നിധനിസ, സാ സനിസഗ മഗമദ നിധനിസ, സഗഗ സമമ്മ സഗഗ നിസ സനിസ നിധ മദനി മഗ മഗ സനിസ. മാലാഘവൃന്ദമൊന്നായി താരാജാലവും വാനമേഘങ്ങളിൽ ഗാനമുതിർത്തു. മാലാഘവൃന്ദമൊന്നായി താരാജാലവും വാനമേഘങ്ങളിൽ ഗാനമുതിർത്തു. അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ, അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ അഖിലേശൻ ഈശ്വരന് ആരാധന സ്തുതിഗീതം. അഖിലേശൻ ഈശ്വരന് ആരാധന സ്തുതിഗീതം. മഗസനിസ ധനി സഗമഗമ സഗമദനിധനി മദനിഗ സനിസ, സഗഗ സമമ്മ സഗഗ സനിസ സനിധമ നിധമഗ മഗ സനിസ. ആനന്ദത്തേരിലേറി പാടും ഗാനങ്ങൾ മണ്ണിൽ മാനവർക്ക് ശാന്തിയുണർത്തി. ആനന്ദത്തേരിലേറി പാടും ഗാനങ്ങൾ മണ്ണിൽ മാനവർക്ക് ശാന്തിയുണർത്തി. സ്നേഹത്തിൻ മാറ്റൊലി തുള്ളിത്തുളുമ്പുമി, സ്നേഹത്തിൻ മാറ്റൊലി തുള്ളിത്തുളുമ്പുമി. സന്ധ്യയിൽ നേരുന്നു ദൈവത്തിൻ ശാന്തി സൗഭാഗ്യം. സന്ധ്യയിൽ നേരുന്നു ദൈവത്തിൻ ശാന്തി സൗഭാഗ്യം. മഗസനിസ ധനി സഗമഗമ സഗമദനിധനി മദനിഗ സനിസ, സഗഗ സമമ്മ സഗഗ സനിസ സനിധമ നിധമഗ മഗ സനിസ. ദൈവത്തിൻ വത്സര സോദരരേ, ഭൂമിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്നോരേ, നൽകിടുന്നു
ദൈവത്തിൻ വത്സര സോദരരേ
സമാഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മനുഷ്യന് ദൈവത്തോളം മഹത്വമുണ്ട് എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ ദിവസമാണ് ക്രിസ്തുമസ്. ദൈവം മനുഷ്യനായി എന്ന ആ ഒരു വലിയ സത്യത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് മനുഷ്യനെ ദൈവം തനിക്ക് തുല്യം മഹത്വമുള്ളവനായി കരുതുന്നു എന്നുള്ള സത്യമാണ്. ഈ ഒരു വലിയ സത്യം ആഘോഷിക്കുവാൻ വേണ്ടി തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഭക്തസംഘടനകൾ സംയുക്തമായി അവതരിപ്പിച്ച ക്രിസ്തുമസ് പ്രോഗ്രാമാണ് നാം ഇതിനോടകം വീക്ഷിച്ചു കഴിഞ്ഞത്. ഈ പ്രോഗ്രാം ഏറ്റവും വിജയകരമായും കാണികൾക്ക് ദൃശ്യവിരുന്നായും അവതരിപ്പിച്ച എല്ലാ ഇടവകകളെയും അതിന് നേതൃത്വം കൊടുത്ത വിവിധ ഭക്തസംഘടനകളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിമിശിഹായുടെ ജനനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. വിശ്വം